നമ്മൾ കുറേ നാളായിട്ട് ചർച്ച ചെയ്തതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മുകേഷ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ എന്നിവർക്കെതിരെ വന്ന ലൈംഗിക ആരോപണ പരാതികളും അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ മുകേഷ്, ജയസൂര്യ ഇങ്ങനെ തുടങ്ങിയ 7 നടന്മാർക്കെതിരെ യുവതി നടത്തിയ ലൈംഗിക ആരോപണ കേസ് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അതിന് പ്രധാന കാരണമായിട്ട് വരുന്നത് ഈ യുവതിക്കെതിരെ, അതായത് ഈ ആരോപണം നടത്തിയ ഈ യുവതിക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിരുന്നു. ചെന്നൈയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കാഴ്ചവെച്ചു, അതായത് സിനിമയിൽ അവസരം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു യുവതിയെ കാഴ്ചവെച്ചു. അത് ഈ സ്ത്രീയാണ് കാഴ്ചവെച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പോക്സോ കേസ് ഇവർക്ക് നേരെ വന്നിരുന്നു. അത് തെളിയിക്കാൻ നമ്മുടെ സർക്കാരോ മാധ്യമങ്ങളോ പോലും തയ്യാറായില്ല, അവരുടെ കൂടെ നിന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോക്സോ കേസ് കള്ളക്കേസാണെന്നും ഇത് തെളിയിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനൊരു കള്ളക്കേസിന് അവരുടെ കൂടെ ആരും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിയുകയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരാതി, അതായത് ഈ നടന്മാർക്കെതിരെയുള്ള എല്ലാ പരാതികളും പിൻവലിച്ചു. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മുകേഷ് ഈ പിൻവാങ്ങലിന് യാതൊരുവിധ മറുപടിയും തന്നിട്ടില്ല. നടന്മാരാരും ഇങ്ങനത്തെ ഈ പരാതി പിൻവലിച്ചതിൽ മറുപടി ഒന്നും പറയുന്നില്ല. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം അവർ മെയിൽ അയക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നിവിൻ പോളിയുടെ കേസ് പറഞ്ഞതുപോലെ ഒരു വ്യാജ പരാതിയുമായിട്ട് വന്ന ഒരു സ്ത്രീ വന്ന് അവർക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്തിയൊരു വ്യക്തിയാണ് നിവിൻ പോളി. അതുപോലെ തന്നെ ഇതും ഒരു വ്യാജ കേസ് തന്നെയാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. കാരണം അങ്ങനെ അത്തരത്തിലൊരു വ്യാജ കേസാണ് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു യുവതിയെ കാഴ്ചവെച്ചു എന്നതെങ്കിൽ അവർ ശക്തിയായി ഇതിനെ എതിർക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനു വേണ്ട പ്രൂഫുകൾ അത് തെളിയിക്കാൻ ഞാൻ കുറ്റവിമുക്തയാക്കണം, ഞാൻ പ്രതിയല്ല എന്ന രീതിയിലുള്ള തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും പുറത്തു വരികയാണ് വേണ്ടത്. അതിന് എല്ലാ നമ്മുടെ കേസുകൾക്കും മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഒരു പിന്തുണ ലഭിക്കണമെന്നില്ല. എന്നാൽ എൻ്റെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ അത് തെളിയിക്കുക എന്നുള്ളത്, അത് ഞാൻ അതിൽ കുറ്റവിമുക്തയാണുള്ളത് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്, എൻ്റെ മുഖം ശരിയാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരിക്കലും ഈ ഒരു കാരണം പറഞ്ഞ് ബാക്കി ഞാൻ കൊടുത്തിട്ടുള്ള കേസുകളിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നതല്ല ഉചിതമായ ഒരു ഇത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഒന്നുകിൽ ആ കേസ് തെളിയിക്കുക എന്നതാണ് അവരുടെ മുഖം കൂടി വൃത്തിയാക്കി വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പോക്സോ കേസിൽ അവർക്ക് എന്തോ കൈയുണ്ടെന്ന് തന്നെ. ഒന്നുകിൽ കൈയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഇടപാട് ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു കേസ് മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ എന്തെങ്കിലും, ചിലപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നുമില്ല, ഞാൻ ഇതിൽ കോംപ്രമൈസ് ഓക്കെ ആണെന്ന രീതിയിൽ എന്തെങ്കിലും ഒരു രഹസ്യം അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. ഒരു ചുരുളഴിയാൻ പറ്റാത്ത രീതിയിലുള്ള രഹസ്യം നടന്മാർക്കും ഈ യുവതിക്കും ഇടയിൽ നടന്നിട്ടുണ്ടാകാം. അതിന്റെ ഭാഗമായി ഒന്നോണം പിന്മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും മുകേഷും ഇതിന് കൃത്യമായ മറുപടി ഒന്നും പറയാത്തത്. അല്ലെങ്കിൽ പിന്നെ തന്നെയും ഈ 2008 മുതൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇപ്പോഴല്ലല്ലോ പ്രതികരിക്കേണ്ടതും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരേണ്ടതും വന്നപ്പോൾ തന്നെ ഇവരിങ്ങനെ വന്ന് പ്രതികരിക്കും. 2013 ഇവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് 2009 കാലഘട്ടം തൊട്ട് അവർ നേരിട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ അവരെ ലൈംഗികമായി പലരും അവരെ സമീപിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ 2013 ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആണ് ഈ മുകേഷ് അവരെ ഇതുപോലെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയതും അവരെ ഉപയോഗിച്ചു എന്നും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്ന കുറേ രീതിയിലുള്ള കാര്യങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജയസൂര്യയുടെ കാര്യം പറയുമ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് അയാൾ പുറകെ കൂടെ വന്നു, അവരെ ആലിംഗനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിവിടെ ഹോട്ടലുണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ മണിയമ്പിള്ള രാജു ആയാലും ഇടവേള ബാബു ആയാലും ലൈംഗിക ചുവയോടുള്ള സംസാരം അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിരുന്നു അവർ അന്ന് ഇട്ടിരുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് അന്ന് തൊട്ടേ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ മറുപടികൾ തന്നെയാണ്. ഇത് തെളിയിക്കാനുള്ള കൃത്യമായ പ്രൂഫുകളൊന്നും ഈ യുവതിയുടെ കയ്യിലില്ല. ഒന്നാമത്തെ കാര്യം, മുകേഷും ഇവരും തമ്മിലുള്ള ചാറ്റ്, വാട്സപ്പ് വഴിയുള്ള ചാറ്റ് ആയാലും അവരും സമ്മതിക്കുന്നുണ്ട്, സംസാരിക്കുന്നത് ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്ത രീതിയിലല്ല സംസാരിക്കുന്നത്, നല്ല രീതിയിൽ തന്നെയാണ് അവരോട് മുൻകൂർ ജാമ്യം കിട്ടിയതും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതേപോലെ നേരിട്ട് കാണുമ്പോഴായാലും നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അതിനവർ കാരണമായി പറയുന്നത് എൻ്റെ മക്കൾ പഠിക്കുകയാണ്, അപ്പോൾ ആ മക്കൾ പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തിയിട്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല, പേടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്ത് വന്നത് എന്ന് പറയുന്നത്, വേറൊരാൾക്കും വരാതിരിക്കാൻ എന്ന രീതിയിൽ ഈ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ ആങ്കർ ചോദിക്കുന്നുണ്ട്, അഭിഭാഷകൻ
അഭിഭാഷകനല്ല ആങ്കർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇത്രയും വിരോധിയായിട്ടുള്ള, ഇത്രയും തന്നോട് ആ ലൈംഗിക അതിക്രമം കാട്ടിയ ഒരാളോട് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാശ് ചോദിച്ചത്? തൻ്റെ മകളെ പഠിപ്പിക്കാൻ 1,00,000 രൂപയാണ് ഈ യുവതി ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ അത് ചോദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന മറുപടി ഭയങ്കര കോമഡിയാണ്. അത് സംഭവം നടന്നിട്ട് ഇത്രയും വർഷമായില്ലേ, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നില്ല, എനിക്കിപ്പോൾ എൻ്റെ മകളെ പഠിപ്പിക്കാനുള്ള കാര്യം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, അതുകൊണ്ട് ചോദിച്ചു. പക്ഷെ എനിക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ക്രൂവൽ മനസ്സാണ് ഞാൻ അപ്പോൾ കണ്ടത്. അതെങ്ങനെയാണ് ആവുക? പരിചയമില്ലാത്ത ഒരു സ്ത്രീ അദ്ദേഹം സമീപിച്ചു എന്ന് പറയുന്നു. എന്ത് തന്നെയായാലും അവർ മോശം പെരുമാറിയതിന്റെ ഭാഗമായിട്ട് അവർ മറുപടി കൊടുത്തു, പറ്റില്ല എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ഇപ്പുറം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ 1,00,000 രൂപ എന്തടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് കൈമാറുക? അത് ഒന്നാമത്തെ ബ്ലാക്ക് മെയിലിംഗ് തന്നെയായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർക്ക് ആദ്യം മുതൽ മുകേഷിനോട് ഒരു കല്ലുകടി തുടങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമല്ലേ എന്നുള്ളൊരു കാര്യം അവിടെ വരേണ്ടതില്ല. ഞാൻ ഇപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്, അന്ന് എൻ്റെ മക്കൾ പഠിക്കുകയായിരുന്നു, ഇന്ന് ഞാൻ മക്കൾ പഠിക്കുന്നില്ല, പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞു, അപ്പോൾ ഇനി ഒരാൾക്കും വരരുത് എന്ന രീതിയിലാണ് ഞാൻ ഇപ്പം മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തന്നെയും ഇത്രയും നടന്മാർക്ക്, ഒന്നല്ല രണ്ടല്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാൾക്ക് എതിരെയും ഉണ്ട്, വിച്ചു, നോബിൾ പോലെയുള്ള പല നടന്മാർക്ക്, ഇത്രയും നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് പിന്മാറുന്നു എന്ന് പറയുന്നതിൽ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാരണമല്ല നിലവിൽ പറഞ്ഞിട്ടുള്ളത് അവര്. ഇതിപ്പം സാധാരണ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഭവമാണ് അവിടെ നടന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പിന്നെ ആ വ്യക്തിയുമായിട്ട് ഒന്നുകിൽ കേസിനും, അവർ കേസിനും പോയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ചെയ്യാതെ അവരിൽ നിന്നൊരു അകലം പാലിച്ച് നിൽക്കുകയാണ് സാധാരണപ്പെട്ട ഒരാൾ ചെയ്യുക. നമ്മളെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തൊടുകയോ നമ്മളോട് അങ്ങനെ രീതിയിൽ ഒരു പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ സാധാരണപ്പെട്ട ഒരാൾ, ഒരു സാധാരണ ബോധമുള്ള ഒരാൾ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഇതങ്ങനെയല്ല. വീണ്ടും ഇതുപോലെ മെസ്സേജുകൾ അയക്കുക, അവർ തമ്മിലൊരു ഫ്രണ്ട്ലി ടോക്കല്ല, അതിനപ്പുറമുള്ള ടോക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം പൈസ പലതവണയായിട്ട് വാങ്ങുക. അപ്പോഴും മുകേഷ് ഈ ജാമ്യം കിട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് കോടതിയിൽ മുകേഷ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്തുനിന്ന് പലതവണയായിട്ട് ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കളി കൂടിയാണിത്. ഇപ്പോൾ MLA സ്ഥാനം ഒഴിയുന്ന ഒരു അവസ്ഥ വരെ എത്തി. പ്രതിപക്ഷം വലിയ രീതിയിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ് വലിയ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ആ സമയത്ത്. അപ്പം ആ ഒരു അവസ്ഥയിൽ രാഷ്ട്രീയപരമായിട്ട് തനിക്കെതിരെ നിർത്തിയിരിക്കുകയാണ് ഈ സ്ത്രീയെ. അന്നേരം മുകേഷ് പറയുന്നുണ്ട്, അവർക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വീണ്ടും വീണ്ടും നിന്റെ അടുത്ത് പൈസ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം പൈസ തന്നെയാണ് ഇവിടെ പ്രശ്നം. ഒന്നെങ്കിൽ ഇപ്പോൾ ആ നടനുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും പൈസ വഴി തന്നെ സെറ്റിൽ ഡൗൺ ആയി കാണണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോക്സോ കേസ് അവർക്ക് തെളിയിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് ഇവിടുന്ന് പൊങ്ങി വന്നതായിരിക്കണം. അപ്പം ഒന്നുകിൽ ഈ കേസ് തെളിയിക്കാൻ പറ്റാതെ വന്നാൽ ഇവർ കുടുങ്ങും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു പരാതി പിൻവലിക്കുന്നുള്ള ഒരു പ്രധാന കാരണം. ഒന്നുകിൽ അങ്ങനെയാവണം, അതല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടനും ഈ സ്ത്രീയുമായിട്ട് ഉള്ളൊരു ഒത്തുതീർപ്പിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ ഒരു പണമിടപാട് വഴിയാണെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഒത്തുതീർപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും ശക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ഇത്രയും നാളും നമ്മൾ ജനങ്ങളെ തന്നെ പൊട്ടന്മാരാക്കുന്ന ഒരു രീതിയിൽ നടത്തിക്കൊണ്ട് പോയതാണ് ഈ ഒരു സംഭവം. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇല്ല ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ പിൻവലിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്നും കാണാതിരിക്കത്തില്ല. ഇപ്പം ഈ ലൈംഗികാതിക്രമ കേസിൽ ഉൾപ്പെട്ട ഈ 7 നടന്മാരെയും വെള്ളപൂശാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. അത് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം സിദ്ദിഖിൻ്റെ കാര്യമായാലും രഞ്ജിത്തിൻ്റെ കാര്യമായാലും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശക്തമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ സമയത്ത് ഇപ്പം അമ്മ സംഘടന പിരിച്ചുവിടുകയും അമ്മ സംഘടന നിന്ന് രാജിവെക്കുകയൊക്കെ ചെയ്ത് വലിയ സംഭവങ്ങളൊക്കെ നടന്നതാണ്. അപ്പം അന്നത്തെ സമയത്ത് രേവതിക്കെതിരെയും രഞ്ജിത്തിനും രേവതിയുമായിട്ട് ബന്ധപ്പെട്ടും അന്ന് ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അപ്പം 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് ഈ പരാതിയുമായിട്ട് വരുന്നവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്, ഈ നടന്മാരുടെ ഭാഗത്തും തെറ്റുണ്ട്. 2 പേരും തെറ്റുകളുള്ളവരാണ്. പക്ഷെ 2 പേരും പരസ്പരം കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യത്തിന് പുറത്ത് സ്വരച്ചേർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു വഴക്ക്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ കേസ് കൊടുക്കുക, അത് അവർക്ക് തോന്നുമ്പോൾ കേസ് കൊടുക്കുക, അതിലൊരു നടപടി എടുക്കാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് തോന്നുമ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ അവർ പിൻവലിക്കുക. ആ ഒരു സ്വഭാവമാണ് ഇപ്പൊ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുകേഷിനെതിരെ ഇങ്ങനൊരു കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മുകേഷിന്റെ മുൻ ഭാര്യയുടെ കാര്യമാണ്. അവര് ഇത്രയും നാളും വലിയ രീതിയിൽ ഇന്റർവ്യൂകളിലൊന്നും പങ്കെടുത്തിട്ടോ അങ്ങനെയുള്ള അവരുടെ പേഴ്സണൽ ലൈഫിനെ
കുറിച്ചൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. മേതൽ ദേവിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് തൻ്റെ ഭർത്താവായിട്ടുള്ള മുകേഷ് അവർ ഗർഭിണിയായിരുന്ന സമയത്ത് അവരെ വയറ്റത്ത് ചവിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അവർ കരയുന്ന കാണുമ്പോൾ ഈ മുകേഷിന് വല്ലാത്ത ആനന്ദമായിരുന്നു എന്നൊക്കെ ഈ സരിത പറയുന്നുണ്ട്. അതായത് നല്ല പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് എന്തോ വഴക്കിട്ട സമയത്ത് ഇവരെ വയറ്റിൽ ചവിട്ടുമായിരുന്നു. അപ്പം അത് ചവിട്ടുന്ന സമയത്ത് ഇവർ കരയുന്ന കാണുമ്പോൾ ഇയാൾ ചോദിക്കും, അതായത് ഈ മുകേഷ് ചോദിക്കും, നീ എന്തൊരു അഭിനയമാണ്, നീ നല്ലൊരു നടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കുമായിരുന്നു. അപ്പം ഇവരുടെ ആ ഒരു ഇന്റർവ്യൂ ആണ് ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അപ്പം ഇത്രയധികം ഒരു സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. മേതിൽ ദേവികയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് അത്രയും നല്ലൊരു വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മേതിൽ ദേവികയും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെ. മാത്രമല്ല ഈ ഇപ്പൊ പിന്മാറിയിരിക്കുന്ന യുവതിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2008 മുതലുള്ള വർഷങ്ങൾ ഇപ്പോൾ 2008, 2009 മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. മുകേഷ് മോശമായിട്ട് പെരുമാറി വളരെ വൃത്തിയുടെ രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം 2013 ഇങ്ങനെ ഉണ്ടായി, ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, നടൻ ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇങ്ങനെ പല വർഷങ്ങളിലായിട്ട് സംഭവിച്ചു എന്ന് പറയണം. ഇത്രയും വർഷങ്ങളിലായിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മുകേഷിനോട് കാശ് ചോദിക്കുന്നുമുണ്ട് യുവതി. അപ്പൊ ഇതൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ദുരൂഹത അവിടെ തോന്നുന്നുണ്ട്. ഇത്രയും പേര് വന്ന് ചോദിക്കുക, ഇതിനിടയിൽ പല തവണകളിലായിട്ട് മുകേഷിനോട് പൈസ ചോദിക്കുക, അത് അവരും സമ്മതിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം ഒരു 25,000 രൂപ കടമായി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് 1 ലക്ഷം രൂപ കടമായി ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാൽ ഇത്രയും മോശമായി ഇവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരോട് തിരിച്ച് ഇവർ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും മോശമായിട്ടല്ല. നോ സർ എന്ന് മാത്രം പറയുകയും അവരോട് പിന്നീട് വാട്സപ്പിലൂടെ നല്ല രീതിയിൽ തന്നെയാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് അവർ തന്നെ സമ്മതിച്ച കാര്യവുമാണ്. അപ്പോൾ ഇവർക്കെതിരെ അല്ലെങ്കിൽ യുവതിക്ക് സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഭാഗം തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകളില്ലായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. കൃത്യമായി തെളിയിക്കാനുള്ള സാക്ഷികളോ രേഖകളോ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം, അവരുടെ ഭാഗത്തു നിന്നും തെളിയിക്കാനില്ലാത്തത്. കാരണം 2008 മുതലുള്ള കണക്കുകളും ഈ സിനിമ ഷൂട്ടിലുള്ള ആൾക്കാരുടെ മൊഴിയെടുക്കണം, അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ എടുക്കണം. അങ്ങനെയുള്ള ഇത്രയും 2008 മുതലുള്ള വർഷങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അത്രത്തോളം തെളിയിക്കാൻ പറ്റുന്ന പ്രൂഫുകൾ, വേണ്ട രീതിയിലുള്ള തെളിവുകൾ ഇല്ലായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കുട്ടി, അതായത് ചെന്നൈയിൽ കൊണ്ടുപോയി കാഴ്ച വെച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ഇവരെ എതിരെ കാണിക്കാനുള്ള തെളിവും ഉണ്ടായിരിക്കണം. രണ്ട് സൈഡും ഇങ്ങനെ വന്നപ്പോഴാണ് ഇവർ ഒരു പക്ഷെ പിന്മാറിയെന്നാണ് കരുതുന്നത്. നിലവിൽ എല്ലാവരും കരുതുന്നത് അത് തന്നെ ആയിരിക്കണം. മാത്രമല്ല മുകേഷിന്റെ ഭാഗത്തുനിന്നും ഇപ്പൊ മറുപടി ഒന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് മുകേഷും ഒരു പക്ഷേ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, ഈ ഒരു രഹസ്യ പിന്മാറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. മാത്രമല്ല മുകേഷിന്റെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള ഡീലിൽ പറഞ്ഞിട്ടുണ്ടാവാം, മുകേഷ് ഒരു പക്ഷെ നാളെ ഒരു സമയത്ത് എനിക്കെതിരെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കേണ്ട ഇതില്ല, എന്നെ ഇനി ചളിവരി എറിയുന്ന രീതിയിൽ ഈ നടന്മാരോ ഈ പെൺകുട്ടിയോ, പോക്സോ കേസിന് പോയ പെൺകുട്ടിയോ എനിക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നൊരു ഡീല് ഒരു പക്ഷെ നടന്നിട്ടുണ്ടാവണം. അതിന്റെ ഭാഗമായി എന്നോണം വേണം മുകേഷ് ഒരു പക്ഷെ മറുപടി ഒന്നും നൽകാതെ മാറി നിൽക്കുന്നത്. അതായത് അവർക്കിടയിൽ എന്തോ ഒരു ഡീല് നടന്നിട്ടുണ്ട്. അപ്പൊ അത് പുറത്തു പറയാൻ മുകേഷിനും താല്പര്യം കാണില്ല, ഈ സ്ത്രീക്കും താല്പര്യം കാണില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു മറയുന്നവണ്ണം ആവണം ആ ഒരു നിശബ്ദത എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാൻ.